ബാലൻസും ഇല്ല. ഉണ്ണി ഓ അവനെ വിളിച്ചട്ടെ, എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല, കണക്ട് ആവണില്ല. നീ ഒരു പണി ചെയ്തേ, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങോട്ട്. ഗൂഗിൾ പേ 100 രൂപ ഇങ്ങോട്ട് ഇടാ. എന്റെ പേര് ഈ ഗൂഗിൾ പേ എടുക്കണം, ആദ്യം ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണം. അക്കൗണ്ട് എടുത്തിട്ടില്ലേ? ഏടുന്നോ 10 പൈസ. ഇരുന്ന് കാണുന്നില്ലേ, ശരീരം കാണുന്നില്ലേ? ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം, ജിമ്മിൽ പോകണം, പൈസ ഇല്ല. അല്ല, ആളോടാ ചോദിച്ചാ. അന്നൊരു പണി, ഞാനേ അവനെ വിളിച്ച് 2 തെറി പറയട്ടെ. നിന്റെ കയ്യിൽ ബാലൻസ് ഇല്ലേ? എന്തിനീ ഞാൻ പറയണ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ. ഓന്റെ ചീത്തയും തല്ലും ഞാൻ പിടിക്കാൻ വേണ്ടിട്ട് വേണ്ട, പറ്റില്ല. എടാ ഞാനല്ലേ വിളിക്കണ, പിന്നെ എന്തിനാ നിന്നെ തെറി പറയണത്? ഇന്ന് വരെ എന്റെ ഒരു കാര്യത്തിൽ ഞാൻ തല്ലു മേടിച്ചിട്ടാ. എപ്പോ തല്ലു മേടിച്ചത് നിന്റെ കാര്യത്തിലാണ്. രാജേഷ് തച്ചത് മറക്കൂല. ഇത് രാജേഷിനല്ലേ, ഇത് വേറെ തന്നെയാണ്. ഇന്ന് വിളിച്ചിട്ട് പരിപാടിയില്ല, മടുത്തു എനക്ക് തല്ലുകൊണ്ടിട്ട്. എന്തിനാ നീ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ വന്ന് ചാരി ഇരിക്കണം, ഒരു ഉപകാരത്തിനും പറ്റാതെ? എന്റെ എന്തെങ്കിലും മേടിച്ച് തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. എത്ര അടി കൊണ്ടുവിടാ ഞാൻ എനിക്ക് വേണ്ടിട്ട്. അവന്റെ 2 വർത്താനം ചൂടോടെ പറയണോടാ. ഒന്നില്ലേ വിളിച്ച് പറയണോ, അല്ലെ കമന്റ് ഇടണം. ഇതിലാണെ ബാലൻസും ഇല്ല. കമന്റ് ഇട്ടോ? ഇതില് കമന്റ് ഇട്ടോ? അത് കുഴപ്പമില്ല, ഫേസ്ബുക്കിലല്ലേ. അത് ഞാനിടൂല. ഇല്ല, നീ ഇടണേ. ഞാനിടാം. അത് പ്രശ്നം, അതെനക്ക് കുഴപ്പമില്ല. എന്റെ ഫേസ്ബുക്ക് എടുത്തുക്കോ, നീ കമന്റ് ഇട്ടോ. നീ ഇടണേ, ഞാൻ ഇടൂല. 2 തെറി അവനെ പറഞ്ഞില്ലെങ്കിലേ എത്ര പണം കൂട്ടോ, പണം ഇല്ല ചീത്ത ഒറ്റ വിളിച്ചോ, എനക്ക് പ്രശ്നം. ഞാനിപ്പോ ഇതിന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനക്കെന്ത് കുഴപ്പം? നീയല്ലേ ഇടുന്ന എന്റെ ഫേസ്ബുക്ക്. അവന്റെ പോസ്റ്റ് എടുക്കട്ടെ, അതിന്റെ താഴെ തന്നെയാണ് കൊടുക്കാം. എടാ നാറി, പരന്നറിയിട്ടോ. നീ കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞ് കളിക്കണം. എടാ ഊളെ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ കാല് പിടിച്ച് വട്ടം കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും കേട്ടോടാ ഡാഷ് മോനെ. സംസ്കാരമില്ലാത്തത് കുറച്ചേ. നീ സംസ്കാരമില്ലാത്തവനാണ് നാട്ടുകാർ പറയും. എന്തെങ്കിലും പറയട്ടെ, ലേറ്റ് ആക്കിയേ. എനിക്ക് മനസ്സിലായി. നല്ല സാധാരണ വിളിക്കുന്ന അമ്മ വിളിച്ചോ. ഓക്കെ, അത് വിട്ടിട്ടുണ്ട്. പോയല്ലേ? അല്ല പിന്നെ നമ്മുടെ കളി. ഇൻസ്റ്റാഗ്രാമിലെ ഈ പെണ്ണിന്റെ ഒരു നമ്പർ കിട്ടുമോ? എന്തിനാണ് അത് അച്ഛന്റെ വകയിലൊരു പെങ്ങളാണ്. എന്റെ സങ്കല്പത്തിലെ പെണ്ണ് ഇതാണ് കേട്ടാ. അവനിപ്പോ ഒരുപാട് വയസ്സുണ്ടാ. അതല്ല സുഖല്ലേ? സുഖം. എന്താ വഴിക്ക്? ഇല്ല, ഞങ്ങള് ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിയാ. നന്നായി നന്നായി. അച്ഛനകത്തുണ്ട്. എന്താ? അല്ല, നിനക്ക് ഏതാണ്ട് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്കെന്നൊക്കെ പറഞ്ഞ്. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇനി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താ മതിയല്ലേ? ലക്ഷ്മി ഇപ്പൊ എന്ത് ചെയ്യണ്? ഞാനിപ്പോ കോഴ്സ് കഴിയാറായി. അവക്കെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്, അത് എഴുതണം. സുഹൃത്താണ്. പുണ്യ അപ്പുറത്തുള്ള ചെല്ല് ചെല്ല്. അച്ഛനകത്തുണ്ട്. സുഖദേട്ടാ, എന്താടാ എന്റെ സങ്കല്പം ഇതാ പെണ്ണ്. നമുക്ക് നോക്കിയാലോ? അമ്മായിയാ? അമ്മയുടെ കെട്ടിയാൻ മരിച്ചു പോയത്. മറ്റേ ചെറുത്. ചെറുതാ നിനക്കാ? എടാ അവള് ഡോക്ടറാകാൻ പഠിക്കാണ്. സ്കൂളിൽ പോകാത്ത നിനക്ക് എങ്ങനെ അവളെ ആലോചിക്കണം? അവിടെ പഠിച്ചോട്ടെ. അതിനൊക്കെ ആഗ്രഹിക്കാൻ സമയത്തൊന്ന് പല്ലെങ്കിലും തേക്കാൻ നോക്ക്. ഉമ്മ തന്നിട്ട് സഹിക്കാൻ പറ്റണല്ലോ, ആലോചിക്കാൻ നടക്കണം. അതെ, എനിക്കൊരു ജോലിയിൽ കയറിയിട്ട് വേണം അവളൊന്ന് ആലോചിക്കാനെന്ന് ഓർത്താ ഞാൻ നിക്കണ. നീ പോയിക്കോ എന്നാ. ഞാൻ പോയിക്കോ, വീട്ടിൽ പോടാ. ഞാൻ പോകലോ. പിന്നെ നീ ഇവിടെ എന്തിനാ ഇരിക്കണ? വീടിന് ഉച്ചക്കത്തെ ചോറും കിട്ടും. ചോറൊന്നുമില്ല ഇവിടെ നിന്ന്, വിരുന്നുകാരൊക്കെ ഉള്ളതാണ്. ചെല്ലി നീ. ദുഷ്ടനാട്ടാ. പട്ടിച്ചെറ്റ കഴുത നായി ഉണ്ണി. നീട്ട കമന്റിന് എതിരെ എന്നെ ചീത്ത വിളിക്കുന്നത്. എടാ അതിപ്പോ നീ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കണ്ടെന്ന് അവരറിയണ്ടാവും. അതെങ്ങനെ? എടാ എല്ലാം ഏയല്ലേ, നമ്മളെ ട്രാക്ക് ചെയ്യണ്ടാവുമാര്. അയ്യോ, വീണ്ടും വന്നു. എടാ മാറ്റടത്, അവസാനം രാത്രി എല്ലാം കൂടി വായിക്കാല്ല. ഇപ്പൊ എന്താ പരിപാടി? പഠിത്തം കഴിഞ്ഞാ? പഠിത്തം കഴിഞ്ഞാ കല്യാണം കല്യാണ പ്രായക്കായി. പിന്നെ കല്യാണം നോക്കാണ് സുഖദേട്ടാ. വേണം. അതെന്താ അറിയോ, ഒരു 6 മാസത്തിനുള്ളിൽ നടത്തണം. ജാതകത്തിൽ അങ്ങനെ. അതെ, 29 വയസ്സ് കഴിയണം അല്ലെങ്കിലേ. അയ്യോ, അത്ര നീട്ടിക്കൊണ്ടൊന്നും വേണ്ടത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നമുക്ക് ഇപ്പഴേ അങ്ങോട്ട് ആലോചിക്കാം, എന്നിട്ട് ആ പരീക്ഷ കഴിയുമ്പോ അങ്ങോട്ട് നടത്താം. അല്ല, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ അച്ഛനമ്മ ആരാണ് പറയണ അയാളെ? അത് നന്നായി. അല്ല, ഇപ്പോഴത്തെ കാലാണ്. ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, അത് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. നന്നായി. അങ്ങനത്തെ കുട്ടികളെ ഈ കാലത്ത് കിട്ടുക. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമായ ഒരാളെ കണ്ടുപിടിക്കല്. എന്തായാലും കണ്ടുപിടിച്ച അത്രയും പെട്ടെന്ന് കെട്ടിച്ചോറിനവളെ. അതെ അതെ.
അത് ഫ്രണ്ട്സ് മറ്റേ എക്സാമിന്റെ കാര്യം വൈകുന്നേരം വരാൻ പറയും. ഹലോ. ആ പിള്ളേരൊക്കെ വരും വീട്ടിൽ പഠിക്കാനേ, അവര് വിളിക്കണതാ. അല്ല മണ്ടുവോ, നമുക്കേ ലക്ഷ്മീനെ എന്റെ പ്യാരിക്കൊന്ന് ആലോചിച്ചാലോ? ആർക്ക്? അല്ല സുഖമായിട്ട് അവന് ജോലി എന്തെങ്കിലും ആവണ്ടേ? അവലോ അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. പഠിത്തം തന്നെ അവന് സർക്കാർ ജോലി കിട്ടും. അത് പറഞ്ഞു. അല്ല എന്താ സുഖമായിട്ട് വേറൊന്നും അല്ല, ഈ കാലത്തൊരു ജോലി ജോലി ഇല്ലാണ്ട് നടക്കില്ല, ഒന്നും നടക്കില്ല. അതാണ്. പിന്നെ അവളുടെ പഠിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അവക്ക്. അല്ല ആലോചനകൾ നടന്നോട്ടെ, ജോലി കിട്ടി കഴിഞ്ഞാൽ. അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പകല അവളൊരു മുറപ്പെണ്ണാണല്ലോ എന്റെ. അതെ, നമുക്ക് ആലോചിക്കാം. എന്താടാ നിന്റെ പേര്? സുധി. സുധി. ഇതെന്തരിത്? ഒപ്പ്. ഇതെന്താടാ 20 ഒപ്പ് 20 രീതിയിൽ? ആദ്യത്തെ ഒന്ന് ഷൂ എന്ന് വരച്ചിട്ടുണ്ട്, അതിനകത്ത് പിന്നെ ഒരു ചിഹ്നം കൂടെ ഷൗ നാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു വള്ളി താഴോട്ടിട്ട് ഷീന്ന് ഇട്ടേക്കണ്. ഇതെന്താ 20 ഒപ്പ് 20 രീതിയിൽ? ഇത് മനുഷ്യനെ ഇടങ്ങേറാക്കല്ലോ കേട്ടാ. അവനെ കൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, മഷി കുത്തിയിട്ട് വിരൽ വെപ്പിക്ക്. പൈസ അടയ്ക്കാതെ പിന്നെ നമ്മൾ അവന്റെ പുറകെ അടക്കേണ്ടി വരും. എന്താണ് ഒരേ വിരൽ കുത്തി അങ്ങോട്ട് 20 പേപ്പറിൽ വിരൽ കുത്തിക്ക്. ആ എല്ലാത്തിനും വെപ്പിക്ക്. എല്ലാത്തിലും വേണോ? അങ്ങോട്ട് വെയുടെ പൈസ വേണോ എനക്ക്? അങ്ങോട്ട് വെക്കി. എന്തായാലും കായ്ക്ക് അത്യാവശ്യം. അത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു പ്രേമത്തില്ലേ, അറിയാമോ? അപ്പം ഓളെ പുരക്കാറ് വലിയ പൈസക്കാരാ. എനിക്ക് അങ്ങനെ പൈസ ഒന്നുമില്ല. അപ്പം പുരക്കാരെന്തായാലും കഴിച്ചു തരൂല കല്യാണമായിട്ട്. അങ്ങനെ ആകുമ്പോ നമ്മൾ ഒളിച്ചോടേണ്ടി വരും. ഒളിച്ചോടും. ഇവിടുന്ന് കായ് എടുത്തോണ്ട് നീ ഒളിച്ചോടാൻ പോണം. പിന്നെ ഇവിടുത്തെ പൈസ ആരുടെ തിരിച്ചടക്കണത്? ആരും തിരിച്ചടിക്കുക? അത് ഞാൻ അടക്കും. എങ്ങനെ? ഇപ്പൊ എന്തായാലും നമ്മള് കല്യാണം കഴിച്ചാലേ ഒക്കെ പള്ളലാവുമല്ലോ. കുഞ്ഞെല്ലായിട്ട് കുഞ്ഞിനായിക്കഴിഞ്ഞാൽ എന്തായാലും പുരക്കാർ തമ്മിലൊരു കോംപ്രമൈസിലെത്തിരി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ. അപ്പൊ പൈസ വയറ്റിലായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അല്ല വയറ്റിലാവുന്ന എന്താ പങ്ക് എത്ര ഉറപ്പ്? അത് ഉറപ്പുണ്ട്. എങ്ങനെ ആവൂന്ന് പറഞ്ഞ പലരും ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ തേരാപ്പാര നടക്കണം, ആവൂന്നും പറഞ്ഞുകൊണ്ട്. അല്ല എന്താ പങ്ക് എത്ര ഉറപ്പ്? ഒരിക്കലായിക്ക് ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. പിന്നെ കായ് കൊടുക്കാം, കുഴപ്പമില്ല. ബാക്കി പേപ്പറുകൾ ഒപ്പിടി. പിന്നെ ഒരു കാര്യം, 6 മാസത്തിനുള്ളിൽ കായകൾ തിരിച്ചടച്ച് നിന്റെ വണ്ടിയുടെ RC ബുക്ക് കൊടുന്ന് എടുത്തോണ്ട് പൊയ്ക്കോളണം. അത് കഴിഞ്ഞ് മുടക്കം വന്നാ നിന്റെ വണ്ടി എന്റെ പേരിലിരിക്കും. എന്റെ പേരിലാക്കാന്നുള്ളതിന്റെ പേപ്പറാണ് നീ ഇപ്പൊ ഒപ്പിട്ടോണ്ടിരിക്കുന്നത്. അത് മറക്കണ്ട. കൊണ്ടുവാ. തലേ തുടക്കണേ. എല്ലാത്തിലും ഇട്ടാടേ മൊയ്തു? 62 ഇട്ടല്ല? ശരി. നിന്റെ നമ്പർ ഇതിൽ എഴുതിക്കണ എന്നെ. അവളെ തന്നെ നിന്റെ ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെ എഴുതിക്കണ എന്നെ. അത് ആവർന്ന് പറയാം ഇങ്ങോട്ട്. ഇവനൊക്കെ എങ്ങനെയാ ഒരു പെണ്ണിനെ പോറ്റണത് എനിക്ക് ഉറപ്പില്ല. തോന്നുന്നില്ല. അപ്പേ ചെല്ല 25,000 ആണ്. അതിൽ നമ്മൾ ഇവിടുത്തെ ഇതിന്റെ മെനക്കെട് എല്ലാം കൂടി ഒരു ചെറിയ ചെലവുണ്ട്. ഒരു 750 രൂപ പോയിട്ട് 24,250 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. ഒച്ചേക്കണ വണ്ടിയിലാ? എന്നാ എടുത്ത് നോക്കിയോ, കായ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ കുഴപ്പക്കാരനാണ്. ഇവന്റെ വിരലടയാളങ്ങൾ പോലും വ്യത്യാസം പോലെ എനിക്ക് തോന്നണം. സാറേ ആ സ്വന്തം എന്ത് അപ്പീൽ എന്ത് വന്നെന്ത്? നമ്മൾക്ക് കുറച്ച് പൈസ വേണം സാറേ. പിരിവ് പരിപാടി ഇല്ല, നിർത്തി. ഞാൻ പിരിവ് കൊടുക്കൽ നിർത്തി. അയ്യോ പിരിവല്ല സാറേ, പിന്നെ കുറച്ച് പൈസ കടായിട്ട് വേണം. എനിക്കാണ് സാർ. ഇപ്പൊ അവിടെ മുമ്പ് 4 ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ആരും തിരിച്ചെടുത്തില്ല കേട്ടോ. അവന്മാർക്കൊക്കെ കടലാസുകൾ അയച്ചു വിടുന്നു. എന്നിട്ട് ഓരോരുത്തരും വീണ്ടും കേട്ടിട്ടില്ല. കടലാസുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫയലുകൾ. എന്റെ സാറേ അതുപോലത്തെ ആളെ അല്ല, ഇത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ പറയണ്ടേ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ? ഡിപ്പാർട്ട്മെന്റ് ആയില്ല, നിയമനം കിട്ടണേ ഉള്ളൂ. ഉടനെ ജോയിൻ ചെയ്യും. ആദ്യത്തെ ശമ്പളത്തിരുത്ത് തന്നെ ഞാനിത് അങ്ങോട്ട് അടച്ചു തീർത്തോളാം. ആയില്ല, ഇല്ല പോണേ ഉള്ളൂ. ഇല്ല ആവും, ഉറപ്പാണ്. അപ്പൊ ഇച്ചിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉള്ള ബാധ്യതകളൊക്കെ തീർത്ത് നിന്നാല് പിന്നെ ശമ്പളം കിട്ടണത് നമ്മൾ അടച്ചു തീർത്താൽ മതിയല്ലോ. അപ്പൊ ഉണ്ണി പറഞ്ഞൂടെ മനോജ് സാറിന് വന്ന് കണ്ട ആവശ്യത്തിന് ഉണ്ണി പറഞ്ഞ പൈസ ഉടനെ എടുത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഇരിക്കില്ല. കൊടുത്തേക്കാൻ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാ, നിനക്ക് സർക്കാർ ജോലി കിട്ടി, നീ അവിടെ മറ്റേ ശമ്പളം കടലാസം ഉണ്ടല്ലോ, അതുമായിട്ട് വാ. അപ്പൊ ഞാൻ കൈ തരാം. അല്ല സാറേ അത് ഉറപ്പാണ്. ചിലക്കളി ഇവിടുത്തെ രീതികള്, ഒന്നില് വണ്ടിയിലെ RC ബുക്ക്,
അല്ലെങ്കിൽ വസ്തുവിന്റെ RC ബുക്ക്, അതല്ലെങ്കിൽ വസ്തുവിന്റെ RC ബുക്ക്. എടേ വസ്തുവിന്റെ പ്രമാണം പറയണ അതിന്റെ RC, ആധാരോ അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണ പണയം. ഈ 3 രീതിയിലാണ് ഇവിടെ കായ്കൾ കൊടുക്കുന്നത്. സാറ് പറഞ്ഞിട്ടില്ലേ ശമ്പള സർട്ടിഫിക്കറ്റ് വന്ന കൈ ഇട്ടു, അത് മതി. അല്ല പറഞ്ഞോ സാറേ, ഈ ഭൂമിയും ആകാശവും സകല ജീവജാലങ്ങൾക്കും ഇല്ലല്ലേ, അതിലൊരു ജീവജാലം ഇല്ലേ സാറേ ഇപ്പൊ ഞാൻ. അതുകൊണ്ട് ഈ ഭൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വീടായിട്ട് കാണാം. ഭൂമി ആരും കൊണ്ടുപോയില്ലല്ലോ, നാടെ തന്നെ ഉണ്ടാവും, വീടിയും പോകില്ല ഭൂമി. എന്നാ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തന്തയെടുത്ത് പറഞ്ഞിട്ട് കുറച്ച് കായ് കൊടുക്കും. ശരി പേപ്പറൊക്കെ ആയിട്ട് വരാം. പോയിട്ടോ, അവന് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല, പൊക്കോ. എല്ലേ പറഞ്ഞ നീ പറഞ്ഞ ആവശ്യത്തിന് പൈസ തരുള്ളൂ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. കഷ്ടം, അവന് ജോലി കിട്ടിയില്ല, അതിന് ഇപ്പൊ അവൻ കടം വാങ്ങിക്കാൻ നടക്കണം. അപ്പൊ ഇവൻ ജോലി കിട്ടി എന്തായിരിക്കും അവന്റെ സ്ഥിതി? ആ കൂടൊന്നുമില്ല, മുടി നീട്ടിയായി ഉടായിപ്പാട്ടോ. അവൻ ഉടായിപ്പല്ല, ഉടായിപ്പിന് അച്ചാരം കൊടുത്തവനാണ്, ഭൂലോക ഉടായിപ്പ്. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.